ഗതാഗത വ്യവസായം വൻ പ്രതിസന്ധിയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇന്റർനാഷണൽ എയർ ട്രാൻസ്പോർട്ട് അസോസിയേഷന്റെ കണക്കനുസരിച്ച് കുറച്ച് ദിവസങ്ങളിലെ കണക്കുകൾ പ്രകാരം നഷ്ടം $29 ബില്യൺ, അതായത് ഏകദേശം 2.32 ലക്ഷം കോടി രൂപ വരെയാണ് പ്രതീക്ഷിക്കുന്നത്. 10 വർഷത്തിനിടെ വ്യോമയാന മേഖല നേരിടുന്ന വൻ പ്രതിസന്ധിയാണിത്. 1945 സ്ഥാപിതമായ ലോക എയർലൈനുകളുടെ ഒരു ട്രേഡ് അസോസിയേഷനായ IATA ഈ നഷ്ടത്തിന് 2 പ്രധാന കാരണങ്ങളാണ് പറഞ്ഞു വെക്കുന്നത്. ആഗോള കൊറോണ വൈറസ് ഭയം വിമാനയാത്രക്കാരിൽ ഗണ്യമായ കുറവുണ്ടാക്കി. ഇതിനു പുറമെ ഭീതി കാരണം സർവീസുകൾ റദ്ദാക്കുന്നതും വൻ തിരിച്ചടിയായി മാറി. അതോടൊപ്പം തന്നെ ലോകത്തിലെ പല ഭാഗങ്ങളിലേക്കും വൈറസ് പടർന്നാൽ നഷ്ടം ഈ പ്രവചനത്തെ കവിയുമെന്ന് IATA മുന്നറിയിപ്പ് നൽകുന്നു. ഏഷ്യ പസഫിക് മേഖലയിലാണ് വൻ പ്രതിസന്ധി നേരിടുന്നത്. ചൈനീസ് എയർലൈൻസിന് മാത്രം $12.8 ബില്യൺ വരുമാനം നഷ്ടപ്പെടുമെന്നാണ് IATA പ്രവചിച്ചു വരുന്നത്. 2003 സാർസ് വൈറസ് പടർന്നപ്പോഴും വ്യോമയാന മേഖലയിൽ സമാനമായ പ്രത്യാഘാതം നേരിട്ടിരുന്നു. കൊറോണ വൈറസ് ഭീതിയുടെ പശ്ചാത്തലത്തിൽ ഇതിനോടകം തന്നെ 2 ലക്ഷത്തിലധികം വിമാനങ്ങൾ റദ്ദാക്കിയിട്ടുമുണ്ട്. വടക്കേ അമേരിക്കയിലെയും ലാറ്റിൻ അമേരിക്കയിലെയും യൂറോപ്യൻ ബജറ്റ് കാരിയറായ റയാനെയറിലും 16 കാരിയറുകളെ ട്രാക്ക് ചെയ്യുന്ന NYSE ആർക്ക എയർലൈൻ സൂചികയിൽ ഇത് പ്രതിഫലിച്ചു. അമേരിക്കൻ എയർലൈൻസിന്റെ ഓഹരികളിൽ 7.7% ഇടിവ് നേരിട്ടു. യുണൈറ്റഡ് എയർലൈൻസിന് 2.4% ഇടിവ്, ഡെൽറ്റ ഷെയറുകളിൽ 2.8% ഇടിവ് സംഭവിച്ചതിന് പിന്നിലും കൊറോണ ഭീതിയാണ്. ലോകമെമ്പാടുമുള്ള രാജ്യങ്ങൾ അനിവാര്യമല്ലാത്ത യാത്രകൾ തടയുന്നതിനാൽ ഈ ഇടിവ് തുടരാനാണ് സാധ്യത. മാത്രമല്ല, ചില രാജ്യങ്ങൾ വിദേശികളെ അവിടേക്ക് പ്രവേശിക്കുന്നതിന് നിരോധിച്ചു വരുന്നു. തീർത്ഥാടനത്തിനും ടൂറിസം ആവശ്യങ്ങൾക്കുമായി വിദേശികളുടെ പ്രവേശനം താൽക്കാലികമായി നിർത്തിവെക്കുന്നതായി സൗദി അറേബ്യയും പ്രഖ്യാപിച്ചിരുന്നു. ഇത് വൻ നഷ്ടമാണ് വിമാന കമ്പനികൾക്ക് നൽകിയത് തന്നെ. സ്ഥിതി കൂടുതൽ വഷളാകാൻ സാധ്യതയുള്ളതിനാൽ വിമാന കമ്പനികൾ അവരുടെ യാത്രാ മാർഗങ്ങളിലും ശേഷിയിലും വലിയ വെട്ടിക്കുറവ് വരുത്തിയിട്ടുണ്ട്. US-ലെ 3 പ്രധാന എയർലൈനുകളും ചൈനയിലേക്കും ഹോങ്കോങ്ങിലേക്കും വിമാനം നിർത്തിവച്ചിരിക്കുകയാണ്. ഇപ്പോഴും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഫ്ലൈറ്റുകളെ സംബന്ധിച്ചിടത്തോളം ലോകാരോഗ്യ സംഘടനയുടെ മാർഗനിർദ്ദേശങ്ങൾ പാലിച്ചാണ് സർവീസ് നടത്തിവരുന്നത്. ഉദാഹരണത്തിന് അമേരിക്കൻ എയർലൈൻസ് ക്രൂവിനായി ഹാൻഡ് സാനിറ്റൈസർ കരുതി വയ്ക്കാനും ചില ഫ്ലൈറ്റുകളിൽ മുഖംമൂടികൾ പോലും വിതരണം ചെയ്യാൻ തുടങ്ങിയിരിക്കുന്നു. എന്നാൽ ക്രൂവിന്റെ അഭാവം കാരണം ഒരു വിമാനത്തെ പോലും ബാധിച്ചിട്ടില്ലെങ്കിലും പൈലറ്റുമാർ പോലും നിർദ്ദിഷ്ട സ്ഥലങ്ങളിലേക്ക് പോകുന്നതിന് തന്നെ ഭയന്നു വരികയാണ്. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.